നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സംഘർഷം കനക്കുകയാണ്. അതേസമയം ഏത് നിമിഷവും ഇസ്രായേൽ ലെബനനിലേക്ക് ഒരു കരയുദ്ധം നടത്തുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ സൈനിക മേധാവി. വടക്കൻ ഇസ്രായേലിലെ ലെബനൻ അതിർത്തിയിൽ സൈനികരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. എല്ലാ ദിവസവും ലെബനനിലേക്ക് ആക്രമണം നടത്തണമെന്ന് അദ്ദേഹം സൈനികരോട് ആവശ്യപ്പെട്ടു. ഇതിന് ഇടവേളകളില്ലാതെ തുടർച്ചയായി തന്നെയാണ് ആക്രമണം നടത്തേണ്ടത് എന്നാണ് ഹലേവി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഹിസ്ബുള്ളക്കെതിരായ പോരാട്ടം തുടരുകയും ചെയ്യണമെന്നാണ് ഹലേവി സൈനികരെ ഓർമ്മിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ ചൂണ്ടിക്കാട്ടിയ സൈനിക മേധാവി ഇതിന് കനത്ത തിരിച്ചടി നൽകണമെന്ന് നിർദ്ദേശിച്ചു. നിങ്ങളുടെ ബൂട്ടുകൾ ശത്രുവിൻ്റെ രാജ്യത്ത് പതിയണം എന്നാണ് ഹലേവി സൈനികരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണം, കരയുദ്ധം തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ബൂട്ടുകൾ അവിടെ പതിയണം എന്ന് സൈനിക മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വടക്കൻ അതിർത്തിയിൽ 2 ബ്രിഗേഡ് റിസർവ് സേനയെ ഒരുക്കാനാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇന്നലെ തങ്ങൾ ടെൽ-അവീവിലെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ ഓഫീസ് ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ അവകാശപ്പെടുന്നത്. ഹിസ്ബുള്ള നേതൃത്വം തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇസ്രായേലുമായി നേരിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങി ഏതാണ്ട് 1 വർഷം പിന്നിടുമ്പോൾ ഇതാദ്യമായിട്ടാണ് ഹിസ്ബുള്ള ആ രാജ്യത്തേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്നത്. ഇതിന് തിരിച്ചടിയായി ഇന്നലെ മാത്രം 60ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തിയതായി ഇസ്രായേലും അവകാശപ്പെട്ടു. ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലെബനനിൽ 51 പേർ കൊല്ലപ്പെടുകയും 223 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ലെബനനിലെ ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. അതിനിടെ ലെബനനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അമേരിക്കയും ഫ്രാൻസും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ശുഭപ്രതീക്ഷയ്ക്കും വകയില്ല എന്നാണ് ഇസ്രായേൽ അധികൃതർ പറയുന്നത്. നയതന്ത്ര തലത്തിൽ ചർച്ച നടത്തി ഒത്തുതീർപ്പുണ്ടാക്കുക എന്നതാണ് അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശം. അതേസമയം ലെബനനിൽ അകപ്പെട്ടു പോയ ബ്രിട്ടീഷ് പൗരന്മാർ പലരും അവിടെ ഇപ്പോഴും കുടുങ്ങിയിരിക്കുകയാണ്. ഇത് ബ്രിട്ടനിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിർ സ്റ്റാമർ ലെബനനിലെ ബ്രിട്ടീഷ് പൗരന്മാർ എത്രയും വേഗം അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിലും നിലവിലെ പശ്ചാത്തലത്തിൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ സൈപ്രസിൽ വിന്യസിച്ചിട്ടുള്ള ബ്രിട്ടീഷ് പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ഈ ദൗത്യം നടത്താനാണ് ബ്രിട്ടീഷ് സൈനിക നേതൃത്വം പദ്ധതിയിടുന്നത്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തിങ്കളാഴ്ച വരെ 560 പേർ കൊല്ലപ്പെടുകയും 1800 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ലെബനൻ സർക്കാർ നൽകുന്ന കണക്കുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഏതാണ്ട് 600ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലെബനൻ സർക്കാർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഹിസ്ബുള്ള ഭീകരർ അതീവ ദുർബലരായി തീർന്നു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറയുന്നത്. തുടർച്ചയായി ശക്തമായ ആക്രമണം നടത്തി ലെബനനെ ദുർബലമാക്കിയിട്ട് തലസ്ഥാനമായ ബെയ്റൂട്ട് പിടിക്കാനും ഇസ്രായേൽ ശ്രമിക്കും എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ ലെബനനിലെ 10 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ ഗുരുതരമായി അത് ബാധിക്കുമെന്നാണ് ഇവരുടെ കണക്കൂട്ടൽ. ആദ്യം ഒരു ബഫർ സോൺ സൃഷ്ടിച്ച ശേഷമായിരിക്കും ഇത്തരത്തിലൊരു നടപടി ഇസ്രായേൽ സ്വീകരിക്കുക എന്നാണ് കരുതപ്പെടുന്നത്. ബെയ്റൂട്ടിനെ തുടർന്ന് ലെബനൻ ഒന്നാകെ പിടിച്ചെടുക്കാൻ തന്നെയാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയെ ഇന്നോ നാളെയോ അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെ അദ്ദേഹം തങ്ങളുടെ നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ദൗത്യം. 4 ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ചെറുത്ത് നിൽക്കാതെ സമാധാനത്തിൻ്റെ മാർഗം അവലംബിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ചോദ്യവും. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം അവർക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയിരുന്നു എങ്കിൽ പോലും അവർക്ക് യുദ്ധം ചെയ്യാനുള്ള സ്ഥിതി ഇല്ല എന്നുള്ളത് 100% ഉറപ്പായ സ്ഥിതിക്ക് വെറുതെ പ്രഖ്യാപനങ്ങൾ നടത്തി വെറുതെ ഇരിക്കാം എന്നുള്ളത് തന്നെ ആയിരിക്കാം ഇറാൻ നേതൃത്വവും ഉദ്ദേശിക്കുന്നത്.